വേതന പരിഷ്കരണ ആവശ്യത്തിൽ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ ചർച്ചയ്ക്ക് തയ്യാറാകാത്തതോടെ സമരം തുടരുമെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. സമരം അനാവശ്യവും അന്യായവുമാണ് എന്ന സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷന്റെ നിലപാട്. അതിനിടെ സമരം ആശുപത്രികളുടെ പ്രവർത്തനത്തെ ബാധിക്കരുത് എന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ആശുപത്രി പരിസരത്ത് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകരുത് എന്നും ജോലിക്കെത്തുന്നവരെ തടയരുത് എന്നുമാണ് ഹൈക്കോടതി നിർദ്ദേശം. സംസ്ഥാനത്തെ പ്രധാന സ്വകാര്യ ആശുപത്രികളുടെ പ്രവർത്തനം താളം തെറ്റിച്ചാണ് സ്റ്റാഫ് നഴ്സ് സമരം തുടരുന്നത്. പ്രതിദിന വേതനം 1333 രൂപയെ അംഗീകരിക്കുന്ന ആശുപത്രികളിൽ സമരം അവസാനിപ്പിച്ച് ജോലിക്ക് കയറുമെന്ന നിലപാടിലാണ് UN. എന്നാൽ ഭൂരിഭാഗം ആശുപത്രി മാനേജ്മെന്റുകളും ചർച്ചകൾക്ക് പോലും തയ്യാറായിട്ടില്ല. രോഗികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പൂർണ്ണ ഉത്തരവാദിത്വം സമരം ചെയ്യുന്നവർക്കായിരിക്കുമെന്ന മുന്നറിയിപ്പും മാനേജ്മെന്റ് നൽകുന്നു. മിനിമം വേതനം പുതുക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു സമരം അവർ അനാവശ്യമായ സമരമാണ്. മിനിമം വേതനം പുതുക്കാൻ സമരം വേണ്ട, സർക്കാരിന്റെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അൺഓതറൈസ്ഡ് ആബ്സെന്റ് ആണ് ഒരു ഇല്ലീഗൽ സ്ട്രൈക്കിൽ പങ്കെടുക്കുക എന്നുള്ളത്. ലീഗൽ സ്ട്രൈക്കിലാണെങ്കിൽ മാത്രമാണ് ഒരു അവകാശമായി മാറുന്നത്. അല്ലെങ്കിൽ അവരെതിരെ നടപടി സ്വീകരിക്കേണ്ടി വരും. മാനേജ്മെന്റുകളെ മുൻകൂട്ടി അറിയിച്ചു തന്നെയാണ് സമരം നടത്തുന്നതെന്നും രോഗികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം നഴ്സുമാർക്കില്ലെന്നും സമര നേതാവ് ജാസ്മിൻ ഷാ. 2013 അവർ ഈ ഭീഷണിപ്പെടുത്തിയില്ലേ, 2018 പെടുത്തില്ലേ, 2023 പെടുത്തില്ലേ. ഈ നഴ്സുമാർക്ക് എന്താ നഷ്ടപ്പെടാവുന്നത്? ഒന്നും നഷ്ടമുണ്ടാവുന്ന അവർക്കാണ്. 2018 അവസാനമായി ശമ്പളം വന്നത്. അതിനുശേഷം ഇത്രയും കാലമായിട്ട് 300% ചികിത്സാ ഫീസ് വർദ്ധിച്ചു. അത് നഴ്സുമാർക്ക് ശമ്പളം കൂടുതലാണോ? കാരണം ഇവരെല്ലാ കാലത്തും ഫീസ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇതൊന്നും സർക്കാർ ചെയ്യുന്നില്ല എന്ന് അവർ പറയുന്നതിനാണ് ഞങ്ങളും ചോദിക്കുന്നത്. സമരം നടക്കുന്ന ആശുപത്രികളിൽ അടിയന്തര ചികിത്സകൾ മാത്രമാണ് നിലവിൽ നടക്കുന്നത്. റിപ്പോർട്ടർ, കോഴിക്കോട്.